ഭർത്തൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ മരുമകൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. കാസർഗോഡ് കൊളത്തൂരിലെ അമ്മാളുഅമ്മ വധക്കേസിലാണ് പ്രതി അംബികയെ ശിക്ഷിച്ചത്. ജീവപര്യന്തം തടവിന് പുറമെ 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ലാണ് കേസിനാസ്പദമായ സംഭവം. വീടിന്റെ ചായ്പിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മാളുഅമ്മയെ മകന്റെ ഭാര്യ അംബിക കഴുത്ത് ഞെരിച്ചും തലയിണ കൊണ്ട് മുഖത്തമർത്തിയും നൈലോൺ കയർ കഴുത്തിൽ മുറുക്കിയും കൊലപ്പെടുത്തുകയായിരുന്നു. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം കെട്ടിത്തൂക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് കൊലപാതകം തെളിയിച്ചത്. അംബികയാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തിയ പോലീസ് അമ്മാളുഅമ്മയുടെ മകൻ കമലാക്ഷൻ, ചെറുമകൻ ശരത് എന്നിവരെയും പ്രതി ചേർത്തു. എന്നാൽ ഇരുവരുടെയും പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല. ഇരുവരെയും കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതി അംബികയ്ക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. കേസിൽ 302 വകുപ്പ് പ്രകാരം ഒന്നാം പ്രതിയെ ജീവപര്യന്തം തടവിനും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ ഫൈൻ അടക്കാനും 2 ലക്ഷം രൂപ അടച്ചില്ല എന്നുണ്ടെങ്കിൽ 2 വർഷം അധികം കഠിന തടവ് അനുഭവിക്കാൻ വേണ്ടി വിധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസിലെ തെളിവ് നശിപ്പിച്ചു എന്നുള്ള വകുപ്പ് 201 പ്രകാരം 5 വർഷം കഠിന തടവിനും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ ഫൈൻ അടക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. ഫൈൻ അടച്ചില്ല എന്നുണ്ടെങ്കിൽ 1 വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നും പ്രായം, കുടുംബ സാഹചര്യം എന്നിവ കണക്കിലെടുത്ത് ശിക്ഷ ഇളവ് നൽകാനാകില്ലെന്നും ജഡ്ജ് എ മനോജ് വ്യക്തമാക്കി. 24 കാസർഗോഡ്.